ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഒരുപാട് പേരുടെ ഡൗട്ടാണ് ഹൗ ടു സെലക്ട് എ ഗുഡ് കോളേജ്. കുറെ പേര് എന്നോട് കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഈ ഏത് കോളേജാണ് നല്ലത്, ഇന്ന ബ്രാഞ്ച് ഇന്ന കോളേജിൽ എടുക്കുന്നതാണോ അതോ വേറൊരു ബ്രാഞ്ച് വേറൊരു കോളേജിൽ എടുക്കുന്നതാണോ നല്ലതെന്നുള്ളത്. സോ ഇങ്ങനെയൊന്നും ഓരോ കോളേജിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് നോളജ് എനിക്കില്ല. എനിക്ക് എന്റെ കോളേജിനെ കുറിച്ച് മാത്രമാണ് അറിയുന്നത്. അതുകൊണ്ടാണ് അതിനാർക്കും ഞാൻ റിപ്ലൈ തരാത്തത്. എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ് ഒരു നല്ല കോളേജ് സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ദെൻ മെറിറ്റ് സീറ്റ് ആണോ മാനേജ്മെന്റ് സീറ്റ് ആണോ നല്ലത്, അതും ഇതിൽ പറയുന്നുണ്ട്. ആൻഡ് ഒരു ബയോസയൻസ് എടുക്കുന്ന കുട്ടിയുടെ ബേസ് ബയോസയൻസ് എടുത്ത ഒരു കുട്ടി CS എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ബേസ് സെറ്റ് ആക്കണം, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, സോ ഹൗ ടു ചൂസ് എ ഗുഡ് കോളേജ്, അവിടെ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങളിപ്പോ BTech കഴിഞ്ഞ് MTechന് പോകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പോകുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ നിങ്ങൾ പ്ലേസ്മെന്റ് നോക്കുന്നവരാണ്, ക്യാമ്പസ് പ്ലേസ്മെന്റ്, ക്യാമ്പസിൽ നിന്ന് തന്നെ പ്ലേസ്മെന്റ് കമ്പനീസ് പ്ലേസ്മെന്റിന് വരുമ്പോൾ നല്ലൊരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പ്ലേസ്മെന്റ് ഉള്ള കോളേജ് നോക്കിയിട്ട് കയറുക. അതായത് ഒരു കോളേജ് ഇപ്പൊ നിങ്ങൾ ചൂസ് ചെയ്തു, ആ കോളേജിൽ ഏതൊക്കെ കമ്പനീസ് ആണ് പ്ലേസ്മെന്റ് നടത്തുന്നത്, എത്ര കമ്പനീസ് വരും, എത്ര കുട്ടികൾക്ക് ജോലി കിട്ടും, അതേപോലെ ഹയസ്റ്റ് പാക്കേജ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. നല്ല നിങ്ങൾ ആഡ്സ് ഒക്കെ കണ്ട് പരസ്യം കണ്ടിട്ട് അവിടെ നല്ല പ്ലേസ്മെന്റ് ആണ്, എല്ലാവരും ജോലി കിട്ടും, 100% പ്ലേസ്മെന്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് പരസ്യം കണ്ടിട്ട് പോകരുത്. നിങ്ങൾ ചെക്ക് ചെയ്യുക, അവിടുത്തെ റെക്കോർഡ്സ് ചെക്ക് ചെയ്യുക. അവിടെ പ്ലേസ്മെന്റ് എങ്ങനെയാണ് കിട്ടുന്നത്, എത്ര പേർക്ക് കിട്ടും, നല്ല നല്ല കമ്പനീസ് ആണോ വരുന്നത്, പാക്കേജ് നല്ലതാണോ, ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. പ്ലേസ്മെന്റിന്റെ കാര്യം പ്ലേസ്മെന്റ് നോക്കുന്നവരാണെങ്കിൽ ഇനി ഫാക്കൽറ്റി ക്വാളിറ്റി നോക്കുക. സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണോ, അതേപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണോ, അതൊക്കെ നോക്കുക. അതൊക്കെ അവിടെ പഠിച്ചവരടുത്ത് ചോദിച്ചാൽ മതിയാവും അവിടെ ഉള്ള ഫാക്കൽറ്റീസ് എങ്ങനെയാണെന്നുള്ളത്. ഇനി കോളേജ് എൻവയോൺമെന്റ് സ്ട്രിക്റ്റ് ആണോ, നമുക്ക് അത്ര സ്ട്രിക്റ്റ് ഒന്നും വേണ്ട. അപ്പൊ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോളേജ് ആണോ, അതേപോലെ സ്കിൽ ഗ്രോത്തിന് പറ്റിയതാണോ. ഇപ്പൊ എന്റെ കോളേജ് ആണെങ്കിൽ ഞങ്ങൾക്ക് പ്ലേസ്മെന്റിന് ട്രെയിനിങ് തരും. ആപ്റ്റിറ്റ്യൂഡ് ആയാലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ആയാലും ട്രെയിനിങ് തരും. നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയറാ മുതലെങ്ങാണ്ട് തരുന്നുണ്ട്. അതേപോലെ ഞങ്ങളുടെ കോളേജിൽ തന്നെ ഞങ്ങൾക്ക് ഇവന്റ്സ് നടത്താനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ഫുൾ സപ്പോർട്ടാണ്. അതേപോലെ നിങ്ങളുടെ സ്കില്ല് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോളേജാണോ. കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉണ്ടോ, നമുക്കിപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് NSS NCC, അത് NSS NCCയും മിക്ക കോളേജിലും കാണും. അതല്ല, വേറെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോ തിങ്കർ ഹബ്ബ്, മ്യൂലാണ്, അങ്ങനെ പല കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് സ്കില്ല് ഗ്രോത്ത് ചെയ്യാൻ. സോ അങ്ങനെയൊക്കെ ഉള്ള ഒരു കോളേജ് ആണോ എന്നും കൂടി ചെക്ക് ചെയ്യാം. പിന്നെ ലാബ് ആൻഡ് ഫെസിലിറ്റീസ്, അവിടുത്തെ വൈഫൈ, അതേപോലെ ലാബ്, കമ്പ്യൂട്ടർ ലാബ്സ് ഒക്കെ എങ്ങനെയാണ്. ഇപ്പൊ CS പഠിക്കാൻ പോകുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നല്ല ലാബ് ഫെസിലിറ്റി ഉള്ള കോളേജ് ആയിരിക്കണം. ആൻഡ് ലൈബ്രറി, ഞങ്ങളൊക്കെ ഞങ്ങളുടെ ലൈബ്രറിയിൽ നിന്നാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ള ബുക്ക് എടുത്ത് റെഫർ ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ലൈബ്രറീസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. വർക്ക്ഷോപ്സ് ഒക്കെ ജസ്റ്റ് നോക്കുക. വർക്ക്ഷോപ്പ് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ദെൻ ലൊക്കേഷൻ വരുന്നത്, നിങ്ങൾക്ക് എത്ര ട്രാവലിംഗ് ഉണ്ട്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണ്, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ടോ, ട്രാവൽ ഡിസ്റ്റൻസ് എത്ര വരുന്നുണ്ട്, സേഫ് ആണോ, ഇതൊക്കെ നോക്കുക. ആൻഡ് ഫീസ്, ട്യൂഷൻ ഫീസ്, ഹിഡൻ ചാർജസ് ഉണ്ടോ, ഹോസ്റ്റൽ ഫീ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന NAAC NAC അക്രഡിഷൻ ആൻഡ് NB അക്രഡിഷൻ, ഇത് എഞ്ചിനീയറിംഗ് കോളേജസിന്റെ നല്ലൊരു റാങ്ക് ആണ്. ഈ 2 അക്രഡിഷൻ ഉണ്ടെങ്കിൽ നല്ല കോളേജ് ആയിരിക്കും. കുറെ ക്വാളിഫിക്കേഷൻസ് മീറ്റ് ചെയ്താൽ മാത്രമേ ഈ അക്രഡിഷൻസ് കിട്ടൂ. സോ ഇതുണ്ടെങ്കിൽ നല്ല കോളേജാണ്. എന്റെ കോളേജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇത് പ്ലേസ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. നല്ല പ്ലേസ്മെന്റ് ഉള്ള കോളേജ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമ്പസിൽ നിന്ന് തന്നെ പ്ലേസ്മെന്റ് വാങ്ങിക്കാൻ പറ്റും. ദെൻ മെറിറ്റ് സീറ്റ് ആണോ മാനേജ്മെന്റ് സീറ്റ് ആണോ നല്ലതെന്നുള്ളത്. മെറിറ്റ് സീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോവർ ഫീസ് ഉള്ള സീറ്റാണ് ആൻഡ് എൻട്രൻസ് വഴി കയറുന്നതാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് 40,000 ആയിരുന്നു ഫീ, ട്യൂഷൻ ഫീ മാത്രം. ഇപ്പൊ എനിക്ക് തോന്നുന്നു 60,000 അങ്ങോട്ട് ആയിട്ടുണ്ട്. അതിന് കൂട്ടിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ആൻഡ് മാനേജ്മെന്റ് സീറ്റ് എന്ന് പറയുമ്പോൾ ഈസിയർ അഡ്മിഷൻ ആണ്, ഫീസ് കൂടുതലാണ്. ഇനി ഫീ വേവർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് നിങ്ങൾ അറിയണം. ഫീ വേവർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റ് CS എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും കുറഞ്ഞ റാങ്ക് വാങ്ങിച്ച 1-2 കുട്ടികൾക്കോ എത്രയോ കുട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ റാങ്കിലുള്ള കുട്ടിയെ കിട്ടുന്നതാണ് ഫീ വേവർ സീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫുൾ ട്യൂഷൻ ഫീ അടയ്ക്കണ്ട. ട്യൂഷൻ ഫീ വളരെ കുറവാണ്. അതായത് ഞങ്ങൾക്ക് ഇപ്പം 45,000 ആണ് ഞങ്ങൾ കോളേജിൽ അടയ്ക്കുന്നത്. 40,000 ആണ് എന്റെ ട്യൂഷൻ ഫീ. പക്ഷെ ഒരു ഫീ വേവർ കുട്ടിക്ക് 6,000 അടച്ചാൽ മതി. ഓക്കെ, അതാണ് വ്യത്യാസം. ഫീ വേവർ സീറ്റ് എനിക്ക് തോന്നുന്നു റാങ്ക് കുറഞ്ഞ അനുസരിച്ച് കോളേജിൽ നിന്ന് കിട്ടുന്നതാണെന്ന് തോന്നുന്നു. ദെൻ നിങ്ങളിപ്പോ മാനേജ്മെന്റ് സീറ്റ് എടുത്താലും മെറിറ്റ് സീറ്റ് എടുത്താലും കുഴപ്പമില്ല. നിങ്ങളിപ്പം അവിടുത്തെ ഒരു കുട്ടിയായി കഴിഞ്ഞു, പ്ലേസ്മെന്റ് പങ്കെടുക്കാനായാലും അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളൊരു
ഇതാണ്. അപ്പം മെറിറ്റിൽ നിങ്ങൾക്ക് സീറ്റഡ് ആണെങ്കിൽ അങ്ങനെ നോക്കാം. നിങ്ങൾക്ക് ആ കോളേജ് ഒരുപാട് ഇഷ്ടപ്പെട്ടു, മാനേജ്മെന്റ് ആയിട്ട് കയറാൻ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ മാനേജ്മെന്റ് ആയിട്ട് എടുത്തോളൂ, നോ പ്രോബ്ലം. അപ്പം പ്ലേസ്മെന്റിലൊന്നും ഡിഫറൻസ് ഇല്ല. മാനേജ്മെന്റ് എടുത്താലും മെറിറ്റ് എടുത്താലും ആ കോളേജിലെ എല്ലാ ഇതും നിങ്ങൾക്ക് കിട്ടും. ഇനി റാങ്ക് കിട്ടി മെറിറ്റിൽ കയറിയാൽ അത്രയും നല്ലത്, ഫീ ഒക്കെ കുറഞ്ഞിരിക്കുമല്ലോ. ദെൻ ഓക്കെ, തിങ്സ് ടു സെറ്റ് ബിഫോർ ജോയിനിങ് ബിടെക് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. സ്കൂൾ പോലെ അല്ല കോളേജ്. ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ആ ഒരു മൈൻഡ് സെറ്റോടെ പോകരുത്. നമ്മളെ സ്കൂളെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം സ്പൂൺ ഫീഡിങ്ങാ. നമ്മളെല്ലാം തരുന്നു, നോട്ട് തരുന്നു, എല്ലാം നമ്മൾ പഠിക്കുന്നു, അതേപോലെ പഠിക്കുന്നു, പരീക്ഷ ചെയ്യുന്നു. പക്ഷെ എഞ്ചിനീയറിംഗിന് നമ്മൾ കറക്റ്റായിട്ട് പഠിപ്പിക്കണമെന്നില്ല, നിർബന്ധമില്ല. ചിലപ്പോൾ പഠിപ്പിക്കുന്നവരുണ്ടാവും, പഠിപ്പിക്കാത്തവരുണ്ടാവും. രണ്ടാമത്തെ കാര്യം, നമുക്ക് നോട്ട്സ് ഉണ്ടാവണമെന്നില്ല. ചില സാറന്മാര് തരും, ചില സാറന്മാര് തരത്തില്ല. നമ്മൾ കണ്ടെത്തി പഠിക്കണം. നോട്ട്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് KTU ലൈവ്സ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അതിൽ എല്ലാ സെമ്മിന്റെയും ഇപ്പം 2024 സ്കീമിന്റെ ഫുൾ നോട്ട്സ് അതിൽ അവൈലബിൾ ആണ്, എല്ലാ സബ്ജക്റ്റിന്റെയും. നല്ല നോട്ട്സ് ആണ്. ഇപ്പൊ എല്ലാ സ്റ്റുഡൻസും അത് നോക്കിയാണ് പഠിക്കുന്നത്, ഞാൻ ഉൾപ്പെടെ. നല്ല നോട്ട്സ് ആണ്. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് KTU ലൈവ്സ് LIVES, സോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ മൈൻഡ് സെറ്റ് മാറ്റുക. ഇവിടെ നമുക്ക് ആരും നമ്മളെ പഠിപ്പിക്കത്തില്ല, നമുക്ക് സെൽഫ് ലേണിംഗ് വേണം, കൺസിസ്റ്റൻസി വേണം, നമ്മളായിരിക്കും നമ്മുടെ കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ദെൻ ബേസിക് കോഡിങ് മറക്കരുത് കേട്ടോ. ബേസിക് കോഡിങ് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. പൈത്തൺ ആണ് നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്നത്. നിങ്ങൾക്ക് പൈത്തൺ പ്രോഗ്രാമിംഗ് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സെക്കൻഡ് സെമ്മിൽ നിങ്ങൾ C ആണ് പഠിക്കുന്നത്. എളുപ്പം പഠിക്കാൻ പൈത്തൺ ആണ്. സോ പൈത്തൺ പ്രോഗ്രാമിന്റെ ബേസിക്സ് നിങ്ങൾക്ക് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, പ്രോഗ്രാമിംഗ് എന്തായാലും ഒരു CS എടുക്കുന്ന സ്റ്റുഡന്റിന് പ്രോഗ്രാമിംഗ് വേണം. ഇനി നിങ്ങൾ വേറെ ഏത് ബ്രാഞ്ച് എടുത്താലും എടാ, ഫസ്റ്റ് ഇയറിലെ സബ്ജക്ട് എല്ലാവർക്കും കോമൺ ആണ്. ECE എടുത്താലും ECS എടുത്താലും ട്രിപ്പിൾ എടുത്താലും ഫസ്റ്റ് ഇയർ നിങ്ങൾ സിയും പൈത്തണും പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ പ്രോഗ്രാമിംഗിന്റെ ബേസിക്സ് ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം കോളേജിൽ അത് പഠിച്ചു പോകാൻ പറ്റും. ബയോസയൻസ് സ്റ്റുഡന്റ് ആണെങ്കിൽ പൈത്തൺ പ്രോഗ്രാമിംഗ് സെറ്റ് ആക്കിക്കോ. ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അത് ഇപ്പം എല്ലാവർക്കും കാണണമെന്നില്ല, പതിയെ ഇമ്പ്രൂവ് ചെയ്താൽ മതി. ഡെയിലി നിങ്ങൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പോഡ്കാസ്റ്റ് കേൾക്കുകയോ പ്രാക്ടീസ് ചെയ്യോ, അങ്ങനെ നിങ്ങൾ ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ലാസ്റ്റ് നമുക്ക് ഇന്റർവ്യൂസിനും പ്ലേസ്മെന്റിനൊക്കെ പോകുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ വേണം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊന്ന് ഡെവലപ്പ് ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വെക്കേഷന് സമയം ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. നല്ല ക്വാളിറ്റീസ് അല്ലേ, ഇപ്പോൾ പഠിച്ചെന്ന് പറഞ്ഞാൽ നഷ്ടമൊന്നുമില്ലല്ലോ. ദെൻ ലിങ്ക്ഡിനിൽ ഒരു അക്കൗണ്ട് ചുമ്മാ ക്രിയേറ്റ് ചെയ്തിടുക. ഇനി വലിയ CS ആണെങ്കിൽ ബേസിക് കമ്പ്യൂട്ടർ കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് പഠിക്കുക. അതായത് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഇന്റർനെറ്റ് ബേസിക്സ്, ഫയൽസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പ്യൂട്ടർ ബേസിക്സ് ഒന്ന് നോക്കുക. ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും CS അല്ലേ, ഒന്ന് നോക്കി വെച്ചോ. നിങ്ങള് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയോ. ഇവിടെ വരുമ്പോൾ നിങ്ങൾ ബേസിക്സ് പഠിക്കും, എന്നാലും ഒന്ന് നോക്കിയോ. പിന്നെ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരിക. അവിടെ നമുക്ക് പേഷ്യൻസ് വേണം, കൺസിസ്റ്റൻസി വേണം, അതേപോലെ സെൽഫ് ലേണിംഗ് വേണം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഏകദേശം എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ആരും ദയവേത് ഇത് ഏത് കോളേജാണ് നല്ലതെന്ന് ചോദിച്ച് വരാത്, കാണാൻ എനിക്ക് അറിയത്തില്ല. പിന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ട്, ഇത്ര റാങ്ക് ആണ് എനിക്ക്, അപ്പം ഇന്ന കോളേജിലേക്ക് കിട്ടും. അതിനെ കുറിച്ചിട്ടും എനിക്ക് ഒരു വിവരവും ഇല്ല സത്യം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.